ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം എത്രയോ കൊല്ലം നിങ്ങളും വിളിക്കുന്നുണ്ട്, ജേർണലിസ്റ്റുകളും വിളിക്കുന്നുണ്ട്. എന്താ അതിൻ്റെ അർത്ഥം? വിപ്ലവം ജയിക്കട്ടെ. ജയിച്ചോ? ഞാൻ ജയിച്ചു. അപ്പോൾ ഉടനെ ജയിക്കും. പക്ഷേ ഇപ്പോൾ ജയിച്ചോ? അതായി കേരളത്തിൻ്റെ ഭാഗമായിട്ട് വോട്ടിംഗ് കഴിഞ്ഞു. ഇനി എണ്ണുന്ന കാര്യം മാത്രമേ ബാക്കിയുള്ളൂ. അത് നടത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതാണ് പാർട്ടി എന്ന രീതിയിൽ ഇന്നത്തെ ദിവസം പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം. അതെല്ലാം പാർട്ടി DC-യോട് ചോദിച്ചാൽ മതി. അല്ല, ഇവിടെയുള്ള പ്രാദേശിക തലത്തിലുള്ള പ്രശ്നമാണ്. അതിനെ പർവ്വതീകരിച്ച് വാർത്തയാക്കി നിങ്ങൾ ചർച്ച ചെയ്ത് കാര്യങ്ങൾ വേറെ ഏതെങ്കിലും രീതിയിൽ കൈകാര്യം ചെയ്യേണ്ട ഉത്തരവില്ല. യഥാർത്ഥത്തിൽ അത് പാർട്ടി DC-ആണ്. അത് സംബന്ധിച്ച് മറുപടി പറയേണ്ടത് അവരോട് ചോദിച്ചാൽ മതി. അത് ഒരു വിവാദവും ഇല്ലല്ലോ, ഇപ്പോൾ അവസാനിച്ചില്ലേ? ഞങ്ങൾ ഒരു കാര്യം നിങ്ങളോട് പറയാം, മാധ്യമങ്ങളോട് ഞാൻ കുറേയായി പറയാൻ തുടങ്ങിയിട്ട്. നിങ്ങൾ അജണ്ട സെറ്റ് ചെയ്യുക, ആ അജണ്ടയോട് ഞങ്ങളുടെ പ്രതികരണം ചോദിച്ച് ചർച്ചയാക്കുക. അതിന് ഞങ്ങളില്ല. നിങ്ങൾ അജണ്ട സെറ്റ് ചെയ്തോ, നടത്തിക്കോ, നിങ്ങൾ തന്നെ ചർച്ച ചെയ്യുക, നിങ്ങൾ തന്നെ അവസാനിപ്പിക്കുക. അത് സോളാറിൻ്റെ കാര്യത്തിലും അത് തന്നെയാണ്. കൃത്യമായിട്ട് അവസാനിച്ചിട്ടുണ്ട്. ഇനി അതിന് മറുപടി പറയേണ്ട കാര്യം ഞങ്ങൾക്കില്ല. ഒരു അത് ചോദിച്ചു. വലിയ സമരമായിരുന്നു. അല്ല, അതിലെന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് പാർട്ടി വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് അന്ന് മുഖ്യമന്ത്രിയാണ് കൃത്യമായിട്ടുള്ള നിലപാട് സ്വീകരിച്ച് പറഞ്ഞത്. എൻ്റെ ഓഫീസ് ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും ടേംസ് ഓഫ് റെഫറൻസിൻ്റെ ഭാഗമായിട്ട് അന്വേഷണം ജുഡീഷ്യലായിട്ട് തീരുമാനിക്കാം. അത് വന്നപ്പോൾ നമ്മുടെ മുദ്രാവാക്യമല്ലേ അംഗീകരിച്ചു, അത്രയേ ഉള്ളൂ. എല്ലാ ആവശ്യവും നിർവഹിച്ചുകൊണ്ട് വന്നു. അങ്ങനെ ഇൻകുലാബ് സിന്ദാബാദ് എത്ര കൊല്ലമായി വിളിക്കുന്നു? എന്താ മുദ്രാവാക്യത്തിൻ്റെ അർത്ഥം അറിയാമോ? പറഞ്ഞാട്ടെ. ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം എത്രയോ കൊല്ലം നിങ്ങളും വിളിക്കുന്നുണ്ട്, ജേർണലിസ്റ്റുകളും വിളിക്കുന്നുണ്ട്. എന്താ അതിൻ്റെ അർത്ഥം? വിപ്ലവം ജയിക്കട്ടെ. ജയിച്ചോ? ഞാൻ ജയിച്ചു. അപ്പോൾ ഉടനെ ജയിക്കും. പക്ഷേ ഇപ്പോൾ ജയിച്ചോ? അതായി. അപ്പോൾ എല്ലാ മുദ്രാവാക്യം വിളിച്ചത് മുഴുവൻ അപ്പം തന്നെ നടപ്പിലാക്കുന്ന തെറ്റിദ്ധാരണ വേണ്ട. അങ്ങനെ തെറ്റിദ്ധരിക്കുന്നതാണ് അപകടം. അത് അന്വേഷണത്തിൻ്റെ ഭാഗമായി വന്നത്. അതിലേ ഇത് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ടല്ലേ അതിന് ശേഷം വന്ന മുഴുവൻ പ്രശ്നം കൃത്യമായി സങ്കീർണമായത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലായിരുന്നു, പിന്നെന്താ കാര്യം? അതാണ്.